ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന പ്രജിത മമ്മിയുടെ ഫോട്ടോ നോക്കി കരഞ്ഞിങ്ങനെ പറയുകയാണ്, എന്തിനാ മമ്മി, എന്തിനെന്നെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എനിക്കിവിടെ നിന്ന് പോകേണ്ടി വന്നത്. കണ്ടില്ലേ, പാതി വഴി വെച്ച് ഞാനിവിടെ ഇറങ്ങാൻ പോവാണ്. എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കൂടപ്പിറപ്പങ്ങളുണ്ട്, എൻ്റെ അച്ഛനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മി തന്നെയല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ മമ്മി? വേണ്ടായിരുന്നു മമ്മി, ഒരു കാര്യവും വേണ്ടായിരുന്നു, ഞാൻ തോറ്റുപോയി മമ്മി എന്നിങ്ങനെ അലീന മനസ്സുരുക്കി ഇങ്ങനെ പറയുകയാണ് മമ്മിയുടെ ഫോട്ടോ നോക്കി. പക്ഷേ അങ്ങനെ അലീന കണ്ണ് അടച്ചും മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരെ സ്വർഗത്തിലേക്ക് ചെന്ന ഒരു ഫീലിംഗ് ആണ് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടായത്. അവിടെ പ്രജിത മമ്മി തൻ്റെ മുന്നിലേക്ക് നേരിട്ട് വന്ന് സംസാരിക്കുകയാണ്, മോളെ നീ തോറ്റു പോയിട്ടില്ല, നീ ഇപ്പം വിജയിച്ചിരിക്കുകയല്ലേ, പക്ഷേ ഇനി നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. മമ്മി പറഞ്ഞത് മോൾ ഓർക്കുന്നില്ലേ? നീ ഇനി പലർക്കും വഴികാട്ടേണ്ടവളാണ്, പലവരുടെയും കണ്ണീരൊപ്പേണ്ടവളാണ്, അങ്ങനെ പലർക്കും പ്രചോദനമാകേണ്ടവളാണ് എന്നൊക്കെ ഇങ്ങനെ പ്രജിത മമ്മി പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ, മമ്മി കണ്ടില്ലേ, ഞാൻ കാരണമല്ലേ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയില്ലേ? കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ മമ്മി? അതെല്ലാം ഞാൻ കാരണമല്ലേ മമ്മി? ഞാനല്ലേ അപ്പം തെറ്റുകാരി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, നീ ഒരിക്കലും ഒരു തെറ്റുകാരിയല്ല, നീ ചെയ്തു തന്നെയാണ് ശരി. നീ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ കാണിച്ച വഴികളിലൂടെ തന്നെയാണ് എല്ലാവരും നടന്നിരിക്കുന്നത്. പിന്നെ നിന്റെ പെറ്റമ്മയ്ക്ക് മാത്രം നിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല, പക്ഷേ അതൊരിക്കലും മനസ്സിലാക്കും. നീ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയാൻ നേരത്ത് പലരും പല സത്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രജിത മമ്മി പറയാം. അപ്പോൾ ഈ അലീനയാണെങ്കിൽ പൊട്ടി ഇങ്ങനെ കരയാണ്, മമ്മി എന്നാലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല മമ്മി. എൻ്റെ കൂടപ്പറപ്പങ്ങളെയൊക്കെ വിട്ടിട്ട് എനിക്ക് പോകുമ്പോഴേ എൻ്റെ മനസ്സിങ്ങനെ വെന്തുരുകാണ്, നോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പോകണം, ഇനിയും ഒരുപാട് വീടുകളിലൊക്കെ പോകാനുണ്ട്. ഒരു വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടവളാണോ നീ? അല്ല. ഒരു കുടുംബത്തിന് മാത്രം പ്രകാശം പരത്തി കൊടുക്കേണ്ടവളാണോ? അല്ല. പല വീടുകളിൽ പോകണം. എന്നിട്ട് അവിടുത്തെ കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ നീ തിരിച്ചറിയണം. അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തണം. നീ അവർക്ക് നല്ല വഴികൾ കാട്ടിക്കൊടുക്കണം. അങ്ങനെയല്ലേ മമ്മി പറഞ്ഞിട്ടുള്ളത്? അതേപോലെ തന്നെ മോള് ചെയ്യണ്ടേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മമ്മിയുടെ മുന്നിൽ കൈ കൂപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കറിയാം മമ്മി, എല്ലാം അറിയാം. എൻ്റെ പ്രജിത മമ്മി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പല ലക്ഷ്യത്തോടു കൂടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവരെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി മമ്മി. എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഇവരെയൊക്കെ വിട്ടുപോകാനായിട്ട് എൻ്റെ മനസ്സെനിക്ക് അനുവദിക്കുന്നില്ല. എല്ലാം ശരിയാകും മോളെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മമ്മി പോവുകയാണ്. അങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ്, എന്നാലും ഭയങ്കര സങ്കടമുണ്ട്. പ്രജിത മമ്മിയുടെ ഒരു നോക്കാൻ നേരത്ത് പ്രജിത മമ്മി മരിക്കണ്ടായിരുന്നു. പ്രജിത മമ്മി തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. താൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് കടന്നു വരുത്തുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആകെ സങ്കടം സഹിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ അലീന നിൽക്കുന്നത്. അങ്ങനെ അലീന നേരെ റൂമിൽ ഇങ്ങനെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണമല്ലോ, ഇനി പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ സ്വർണ്ണവളയൊക്കെ എടുത്ത് പറഞ്ഞ കയ്യിലേക്ക് ഇടുകയാണ്. പക്ഷേ അലീനയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ആഡംബര ജീവിതം ആഗ്രഹിച്ച് വന്ന ഒരാളല്ലല്ലോ അലീന. അങ്ങനെ അലീന ആ വള അവിടെ തന്നെ അങ്ങോട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അലീനയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയായിരുന്നു. അത് മനുവിൻ്റെ കോളായിരുന്നു. അപ്പോൾ എന്താ മനുവേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല ഞാൻ വല്ല അത്ഭുതവും സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിയാനേ. അല്ല, അതുകൊണ്ടാണ് കാലത്തെ വിളിച്ചത്. ഇനി കാലത്തെ വിളിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ തീരുമാനം മാറ്റി, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാനിവിടെ തന്നെ നിൽക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന പറയണേ, ഇല്ല മനുവേട്ടാ, ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു. എനിക്ക് പോകണമല്ലോ മനുവേട്ട. ഓഹോ, അത് ശരി. അപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല അല്ലേ? ഇതിലെപ്പോഴേക്കും മനുവേട്ട, എന്താ മനുവേട്ട ഇത്? മനുവേട്ടനും കൂടി ഇങ്ങനെ പറഞ്ഞാലോ? എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ മനുവേട്ടനും കൂടി എന്നെ തളർത്തിക്കളഞ്ഞാലോ മനുവേട്ട? അതെനിക്ക് സഹിക്കാനായിട്ട് പറ്റുമോ എന്നും ചോദിക്കുകയാണ്. അയ്യോ, ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞല്ല. ഞാൻ
ആശ്വസിപ്പിക്കാൻ തന്നെ വിളിച്ചതാണ്. അല്ല പെട്ടെന്നൊരു എനിക്കൊരു തോന്നലേ അലിനി പോകില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി. അതൊന്നും ചിന്തിക്കണം, ഞാൻ എപ്പോഴും ധൈര്യമായിട്ട് തന്നെ ഞാൻ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല മനുവേട്ടൻ എന്താ ഞങ്ങളുടെ കൂടെ വരാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ശരിയാവില്ല, ഞാൻ കൂടെ വരുന്നത് അങ്കിൾക്ക് വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്കിൾ അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ അത് ശരിയാവില്ല, ഞാൻ അങ്ങോട്ട് ഏതായാലും കൂടെ വരുന്നില്ല, ഞാൻ അത് ശരിയാവില്ല എന്നൊക്കെ മനു പറയാണ്. ശരി മനുവേട്ടാ, എങ്കിൽ പിന്നെ ഞാൻ റെഡി ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. മനുവിനും ഭയങ്കര സങ്കടം തോന്നി, അതേപോലെ തന്നെ അലീനയ്ക്കും ഭയങ്കര സങ്കടം സഹിക്കാൻ പാടാത്തൊരവസ്ഥയിൽ. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ആകെ വെപ്രാളോ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥയിൽ അതെടുക്കുന്നു ഇതെടുക്കുന്നു, ചിലപ്പോൾ അത് മറന്നു പോകുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുക. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ആ സാരിയും ആഭരണമൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഭക്ഷണമൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കേണ്ടത് എന്താ ഇത്, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ ഇതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നച്ച എന്നെ അടുക്കളയിലേക്ക് അടുപ്പിച്ചിട്ടില്ലായിരുന്നു ഈ കൃഷ്ണമോള്, എന്നെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കി കൃഷ്ണമോള് എന്നൊക്കെ പറയാണ്. അതെന്താ മോളെ? വേണ്ട, അലീന ചേച്ചി ഇനി അടുക്കളയിൽ കയറണ്ടെന്നേ, ഇത്ര നാൾ അടുക്കളയിൽ കയറിയല്ലേ, ഏതായാലും ഇവിടെ നിന്ന് പോകാൻ പോവല്ലേ, പിന്നെ എന്തിനാ അടുക്കളയിൽ കയറുന്നത്? എൻ്റെ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല, ഞങ്ങൾക്കറിയാം എല്ലാം ഉണ്ടാക്കാനായിട്ട്, ഇനി അങ്ങോട്ട് ഞങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ആരും കൂടുതൽ സഹായിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലീന ചേച്ചി ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ പിടിച്ചിരുത്തുക. അപ്പോഴേക്കും അലീന സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ഇത്രയും നാളെ ഞങ്ങൾക്ക് ഒരുപാട് വിളമ്പി തന്നല്ലേ, അതുകൊണ്ട് ഞാൻ വിളമ്പിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ബബിത അലീനയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ്. അലീന അത് കഴിക്കുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്, നിങ്ങളെയൊക്കെ വിട്ട് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അലീന ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മുടെ ബലേന്ദ്രൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഒരുങ്ങണ്ടേ, നമുക്ക് സന്ധ്യാടനം മുന്നേ അവിടെ തന്നെ എത്തണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരിയച്ചാ ഞാൻ ഒരുങ്ങിക്കോളാച്ചാ, പക്ഷെ നിങ്ങളേക്ക് വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു സങ്കടവും വിഷമമൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കടന്നുകൂടി ഇരിക്കുകയാണെന്നൊക്കെ പറയാണ്. എല്ലാം വരുത്തി വെച്ചത് മോളെ നീ തന്നെയല്ലേ, നീയല്ലേ പറഞ്ഞ നിനക്ക് പോകണമെന്ന്, അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് നീ കേട്ടോ? ഇല്ലല്ലോ. അപ്പോൾ നീ ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്, അപ്പോൾ പിന്നെ പോകേണ്ട സമയത്ത് പോകണമല്ലോ എന്നൊക്കെ പറയാണ്. അതെ അച്ഛാ, പോകേണ്ട സമയത്ത് പോകണം, പോയാൽ മാത്രമല്ലേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ, അപ്പോൾ എനിക്ക് പോയാലേ മതിയാവുള്ളൂ എന്ന രീതിയിൽ തന്നെ അവിടെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന നേരെ മുകളിലേക്ക് കയറി പോവാം. മുകളിലേക്ക് കയറി പോയെങ്കിലും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ കൃഷ്ണമോളും ബബിതയും കൂടി റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതെന്താ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സ് ചെയ്യുന്നില്ലേ, പോകാനുള്ള തയ്യാറെടുപ്പായില്ലേ, ഇനി ലേറ്റ് ആവുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു, പക്ഷേ അച്ഛൻ പറഞ്ഞതേ സാരി ഉടുക്കണമെന്നാ, പക്ഷെ ഇതൊന്നും ഉടുത്ത് എനിക്ക് ശീലമില്ല, എങ്ങനെ ഉടുക്കേണ്ടതെന്ന് എനിക്ക് അറിയാനും പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നോക്കട്ടെ സാരി. അപ്പോൾ ബബിത നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി സാരിയും കുറച്ച് ആഭരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാരി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല അടിപൊളി സാരിയാണല്ലോ ചേച്ചി, ഈ സാരി ഉടുത്താൽ എന്താ കുഴപ്പം, ഇത് തന്നെ ഉടുത്താൽ മതി, ഇത് ഉടുത്ത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് അച്ഛൻ്റെ മനസ്സിലേ ചേച്ചി ഇവിടെ നിന്ന് കെട്ടിച്ചയക്കുന്ന രീതിയിലാണ്, അതുകൊണ്ട് ആഭരണങ്ങളും ഇതേപോലത്തുള്ള സാരികളൊക്കെ വെച്ചിരിക്കുന്നത്, ചേച്ചിയെ കെട്ടിച്ചേക്കാൻ പോവുകയാണ്. ഇത് കേട്ട് നമ്മുടെ അലീന ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതെനിക്ക് ഉടുക്കാൻ അറിയില്ലല്ലോ മോളെ, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയണം, അതും പറഞ്ഞാൽ പറ്റില്ല, ചേച്ചിക്ക് ഉടുക്കാൻ അറിയാൻ പാടില്ല, പക്ഷേ ഞങ്ങൾ ഉടുപ്പിച്ചു തരാം. നിനക്ക് സാരി ഉടുക്കാനൊക്കെ അറിയാവോ? അല്ല, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, പക്ഷേ ഉടുപ്പിക്കാൻ അറിയാം. അപ്പം ഞാൻ ഉടുപ്പിച്ചു തരാം എന്നിങ്ങനെ ഈ കൃഷ്ണമോളും പറയുകയാണ്. ഇതൊക്കെ വേണോ? ഇതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ആവശ്യമുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ രാജകുമാരിയെ പോലെ വേണം ഇറങ്ങിപ്പോകാനായിട്ട്. അതും ഞങ്ങൾ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കുകയാണെന്ന് മാത്രം കരുതിയാൽ മതിയെന്നേ, എന്താ അങ്ങനെയായാൽ പോരെ? ചേച്ചി ഇവിടെ ഇരുന്നേ, ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുക്കിയൊക്കെ തരാം. അങ്ങനെ നമ്മുടെ അലീനയെ സാരിയെ കുടിപ്പിക്കുകയാണ്. ഭയങ്കര സുന്ദരിയായിട്ട് ഇതേവരെയും കെട്ടാത്ത രീതിയിൽ മുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് പിരിയനൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കുക. അവനൊരുക്കുമ്പോഴും അലീന കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് സങ്കടം താങ്ങാനാവുന്നില്ല. അങ്ങനെ അലീന ഇരുന്ന് കരയുക. അങ്ങനെ കരയുന്ന കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ബബിതയുടെയും കണ്ണ് നിറഞ്ഞു. അപ്പോൾ ബബിതയാണെങ്കിൽ എല്ലാം നശിപ്പിച്ചു, എല്ലാം കോളമാക്കി.
ഞാൻ പോവാണ് ഇവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ബബിത കണ്ണീരൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ബബിത കരയുകയാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ബബിതയുടെ കരച്ചിൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേർക്കും ആകെ സങ്കടം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയോട് ഇനി എന്ത് പറയണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, എന്തിനാണ് ചേച്ചി, ചേച്ചിക്ക് ഇനി പോകണോ ചേച്ചി, പോകേണ്ട ആവശ്യമുണ്ടോ ചേച്ചി, ചേച്ചിയുടെ അമ്മയും അച്ഛനും കൂടപ്പിറപ്പങ്ങളും ഒക്കെ ഇവിടെ അല്ലേ ചേച്ചി, അവരെ തേടിയില്ലേ ചേച്ചി വന്നത്, പിന്നെ എന്തിനാ ചേച്ചി പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അലീനയ്ക്ക് പേടിയോ, എനിക്ക് ഭവിത വല്ലതും കേട്ടാലോ എന്നുള്ളൊരു പേടി. കൃഷ്ണമോളെ നിർത്ത്, വേണ്ട, ഇനി ആ സംസാരം ഇവിടെ സംസാരിക്കണ്ട, അതെല്ലാം നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാലോ, ഇനി പിന്നെന്തിനാ ഇവിടെ പറയുന്നത്, വേണ്ട, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അലീന പറയാണ്. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുകയാണ്. ബാലേന്ദ്രനും ഒന്നൊരുങ്ങി ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ നേരെ ഈ ഗോവർദ്ധനെ ഗോവർദ്ധനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും താൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ബാലേട്ട ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെയും പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ല ഞാൻ താൻ കൂട്ടുവരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്, സാരില്ല കുഴപ്പമൊന്നുമില്ല, അയ്യോ എന്നാൽ ബാലേട്ട ഞാൻ വന്നേക്കാം, വേണ്ടെന്നേ വരേണ്ട ആവശ്യമൊന്നുമില്ല, അയ്യോ ബാലേട്ടൻ ഒറ്റക്ക് പോയി കഴിയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഒറ്റക്കല്ലേ വണ്ടി ഓടിക്കേണ്ടത്, ഇങ്ങോട്ട് ഒറ്റക്ക് വരണ്ടേ, അലീനയെ കൊണ്ട് അവിടെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലടോ ഞാനേ ഇന്ന് തന്നെ വരുന്നില്ല, ഞാൻ അവിടെ തങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, ഞാനവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ടെ അവിടെ ഞാൻ തങ്ങും, അതിന് ശേഷമേ വരുള്ളൂ, അതെന്താ ബാലേട്ട അങ്ങനെ ചെയ്യുന്നത്, എടോ താൻ എന്താണ് പറയുന്നത്, എൻ്റെ ബലവും എൻ്റെ ശക്തിയും അല്ലേ ഇവിടെ നിന്ന് പോകാനായിട്ട് പോകുന്നത്, അലീന അവളെൻ്റെ ശക്തിയല്ലേ, എൻ്റെ ഊന്നുവടിയല്ലേ, ആ ഊന്നുവടി എനിക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് വീഴാതിരിക്കാൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഞാൻ എവിടെയെങ്കിലും ഒന്ന് തങ്ങി നിൽക്കണ്ടേ, എന്നാൽ മാത്രമല്ലേ എൻ്റെ മനസ്സിന് ധൈര്യവും പിടിച്ചു നിൽക്കാനിടയ്ക്ക് കഴിയുള്ളൂ, അതെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ബാലേട്ട എന്താ ബാലേട്ട പറയുന്നത്, ഗോവർദ്ധ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, താൻ ഏതായാലും പോയിട്ട് വാ, ഞാൻ അലീനയും കൊണ്ട് പോയിക്കോളാം, ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും രോഹിത്തിനോട് അവർ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അച്ഛാ. അങ്ങനെ അലീന വരിക. അപ്പോൾ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അടിപൊളിയൊന്നും നോക്കുക, കാരണം അത്രയും സുന്ദരിയായിട്ട് അടിപൊളിയായിട്ട് തന്നെയാണ് അലീനയെ രണ്ടുപേരും കൂടി ഒരുക്കിയേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രന് ഭയങ്കര ഒരു സന്തോഷം തോന്നി. പക്ഷേ അതൊന്നും കണ്ടു നിൽക്കാനായിട്ട് ബബിതയ്ക്ക് കഴിഞ്ഞില്ല. ബബിത അവിടെ നിന്ന് ഒറ്റ പോക്കാണ്. അങ്ങനെ അലീനയെ അടിപൊളി നോക്കിയതിന് ശേഷം ബാലേന്ദ്രൻ പറയാ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത്, ഇങ്ങനെ തന്നെ ഒരുക്കണമെന്ന്, ഈ രീതിയിൽ ഒരുക്കണമെന്നാ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് മോളെ എന്ന് ബാലേന്ദ്രൻ പറയുക. രണ്ടുപേരും കണ്ണ് നിറഞ്ഞു നിൽക്കുക, അതായത് അലീനയും നമ്മുടെ കൃഷ്ണമോളും കണ്ണ് നിറഞ്ഞു നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.